ശ്രീ ഡിന്നി അടുത്ത ബുധനാഴ്ച മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കും എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധി തൊട്ടു മുമ്പ് പറഞ്ഞത്. അടുത്ത ബുധനാഴ്ച വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നത് എന്താണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്ന്, അദ്ദേഹം പറയും PM ശ്രീ നടപ്പാക്കിയാലും സംസ്ഥാനത്തെ പുസ്തകങ്ങൾ നിർമ്മിക്കുന്നതും സിലബസ് തീരുമാനിക്കുന്നതും നമ്മൾ തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യുകയില്ല. ഒന്നാം നമ്പർ. രണ്ട്, ഏതൊക്കെ സ്കൂളുകളിലാണ് PM ശ്രീ നടപ്പാക്കേണ്ടത് എന്ന കാര്യം കേന്ദ്ര സർക്കാരല്ല, ഞങ്ങളാണ് തീരുമാനിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കാവ്യവൽക്കരണം അനുവദിക്കില്ല, പുസ്തകങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, സിലബസ് വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല, സ്കൂളുകൾ ഏതൊക്കെ വേണം എന്ന് നമ്മൾ തീരുമാനിക്കും. അതോടുകൂടി ഫയൽ വാൻ ജയിച്ചേ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, ഇനി PM ശ്രീ ഞങ്ങൾ നടപ്പാക്കും എന്ന് പറയുമ്പോൾ വെരി ഗുഡ്, ഇതാണ് രാഷ്ട്രീയ നിലപാട് എന്ന് സ്വാഭാവികമായും മറ്റ് പാർട്ടികളുടെ അണികളും നേതാക്കളും ഒക്കെ TV-യിലും അല്ലാതെയൊക്കെ പറയുകയും ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെയും സിറ്റുവേഷൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു നറേറ്റീവ് കുക്ക് ചെയ്യാൻ UDF-ന് കുറച്ചും കൂടി ഒരു വൈദഗ്ധ്യമുണ്ട്. അവരുടെ അണികൾ യാതൊരു സംശയവുമില്ലാതെ അത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് LDF ഇരിക്കുമ്പോഴേക്കാൾ UDF ഇരിക്കുമ്പോഴല്ലേ PM ശ്രീ പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ എളുപ്പം. ഞാൻ ശ്രീ അഭിലാഷ് പറഞ്ഞ നരേറ്റീവ് ഭാഗത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇത് തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നത്. അത് ആബ്സല്യൂട്ട്ലി കറക്റ്റാണ്. ആ രീതി തന്നെയാണ് അതിന്റെ തുടക്കം. നമ്മൾ ആക്ച്വലി ഈ നേരത്തെ ശ്രീ VD സതീശൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. അതായത് ഞാനൊരു സബ് കമ്മിറ്റി വെക്കുന്നുണ്ട്. ഇപ്പോഴല്ല, മുമ്പ് നേരത്തെ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയ ഉടനെ തന്നെ അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു. അന്ന് വേണമെങ്കിൽ അതേ നിലപാട്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ആ നിലപാട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അന്ന് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. കാരണം അവരത് നടപ്പാക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ലായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു, ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ച് പഠിക്കൂ, ഞങ്ങൾ സ്റ്റഡി ചെയ്യട്ടെ, അദ്ദേഹത്തിന് സ്റ്റഡി എന്നുള്ളൊരു രീതിയിലുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റഡി ചെയ്ത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. ആ സ്റ്റഡി ചെയ്തുള്ള സബ് കമ്മിറ്റി ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഇത് തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും സ്റ്റഡി ചെയ്യാനില്ല. അവർക്ക് എന്തെങ്കിലും സ്റ്റഡി ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് ശ്രീ അഭിലാഷിന്റെ പ്രോഗ്രാം തന്നെ ആയിരുന്നു. നിങ്ങൾ നേരെ തെലങ്കാനയിലെ ചീഫ് മിനിസ്റ്റർ വിളിച്ച് ചോദിച്ചാൽ പോരെ, ഈ PM ശ്രീ നിങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കിയത്? അവിടെയും ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അല്ലേ ശ്രീ അഭിലാഷ് അവരുടെ നേതാവും? ഇപ്പൊ കേരളത്തിൽ മാത്രം എന്താ സെപ്പറേറ്റ് ആയിട്ടുള്ള നേതാവുണ്ടോ ശ്രീ രാഹുൽ ഗാന്ധി? അപ്പൊ അവിടെ ഉള്ള കോൺഗ്രസിന് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഉള്ള ചെയ്തുകൊണ്ടാണ് എന്റെ ചോദ്യം. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാവ്യവൽക്കരണോ അല്ല അങ്ങനത്തെ നരേറ്റീവിന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതാണ് സത്യം. അത് ഇവർക്ക് ശ്രീ VD സതീശൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അവിടെയാണ് ശ്രീ നേരത്തെ അനൂപ് പറഞ്ഞ പോലെ രാഷ്ട്രീയം കൊണ്ടുവന്നു. ആ രാഷ്ട്രീയം എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങളാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നോക്കൂ, ഞങ്ങൾ വന്നില്ലെങ്കിൽ ഈ PM ശ്രീയിലൂടെ കാവ്യവൽക്കരണം വരും, ഗാന്ധിജിയുടെ മാറ്റം, അങ്ങനെയൊക്കെ എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവർ ഗവൺമെന്റ് വന്നപ്പോൾ ഇതറിയാം, ഇത് നടപ്പാക്കണം, നല്ല പദ്ധതിയാണ്, ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ബെനിഫിറ്റ് വരും. പക്ഷെ കുട്ടികൾക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് മാറും. അപ്പൊ വീണ്ടും ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഇതേ കാര്യം തന്നെ ആയിരിക്കും. അടുത്ത ബുധനാഴ്ച വരുമ്പോൾ പറയും, ഞങ്ങൾ നോക്കൂ, ഇതെല്ലാം പഠിച്ചു, സ്റ്റഡി ചെയ്തു, ഒരു കാരണവശാലും സ്റ്റേറ്റ് സിലബസ് വിട്ടുകൊടുക്കത്തില്ല. സ്റ്റേറ്റ് സിലബസ് വർഷാവർഷങ്ങൾ സ്റ്റേറ്റ് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയത്തില്ല. സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നത് ഞങ്ങളായിരിക്കും. ഒരു കാരണവശാലും ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരാണ് അത് വിട്ടുകൊടുക്കത്തില്ല. അതും എല്ലാ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിലും ചെയ്തത് അതാത് സംസ്ഥാനമാണ്, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ 47 കേന്ദ്ര വിദ്യാലയം നവോദയ സ്കൂളുകൾ ഓൾറെഡി കേരളത്തിലുണ്ട്. അവിടെ ഒന്നും ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും മുസ്ലിം ലീഗിന്റെ കുട്ടികളൊന്നും പഠിക്കുന്നില്ലേ? അവിടെയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അവിടെ എന്ത് പ്രശ്നമാണ് ഇത്രയും നാളായിട്ട് അവർ നേരിട്ടുണ്ട്? എന്തെങ്കിലും നേരിട്ടുണ്ടോ? കേന്ദ്ര വിദ്യാലയ പട്ടമുണ്ടല്ലോ ഇവിടെ ട്രിവാൻഡ്രത്ത്, അത് PM ശ്രീയാണ്. ഞാനും അവിടുത്തെ പഠിച്ച കുട്ടിയാണ്. അപ്പൊ അവിടെ എന്താ പ്രശ്നമായിട്ടുള്ളത്? ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇത് നരേറ്റീവ് സൃഷ്ടിച്ച് നിങ്ങൾ കൊണ്ടുവന്നതിന്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഈ PM ശ്രീ പദ്ധതി. അതായത് നേരത്തെ LDF ഇരുന്നപ്പോഴും അവർക്കും അത് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അവർക്ക് ഭയമായിരുന്നു ഈ വോട്ട് പോകുമെന്നുള്ളത്. ഈ ഇപ്പം UDF-നെ സംബന്ധിച്ചോളം അവർ ജയിച്ചു കഴിഞ്ഞു. ഇനി 5 വർഷത്തേക്ക് നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഈ ഒരു ക്യാപ്സ്യൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അണികൾക്കും മറ്റുള്ളവർക്കും അത് പറഞ്ഞു നടക്കാൻ വേണ്ടി അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് ഓരോ പദ്ധതികളും നോക്കി കഴിഞ്ഞാൽ. ഇല്ലാത്ത ശത്രുക്കളെ കണ്ടെത്തുക, അതിനു വേണ്ടിയുള്ളത് അവസാനം വരുന്നത് കേരളത്തിന് ദോഷം എന്നുള്ള മാത്രമേ നടക്കുന്നുള്ളൂ. ശരി.